54 വർഷമായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 24 വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് 78 വയസ്സായി. ഞാനിപ്പോഴും കുട്ടികളോടൊപ്പം തന്നെ പ്രവർത്തിച്ചു വരികയാണ്. വയനാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാതിരുന്ന കാലം. SSLC പാസ്സായ ശേഷം എത്രയും പെട്ടെന്ന് ജോലി സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏലിയമ്മ കോഴിക്കോട് പോയി ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചത്. കുറച്ചുകാലം കോടതിയിൽ താൽക്കാലിക ജോലി, പിന്നീട് 3 ടൈപ്പ് റൈറ്ററുകളുമായി ബത്തേരിയിൽ സ്ഥാപനം തുടങ്ങി. അന്ന് ഉദ്യോഗസ്ഥരുൾപ്പെടെ പഠിക്കാനെത്തി. ആദ്യകാലത്തെ വിദ്യാർത്ഥികളൊക്കെ ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വരുന്നവരെ SSLC ഡിഗ്രി കഴിഞ്ഞവരാണ്. SSLCയിൽ പാസ്സായെങ്കിലേ പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കോളേജിലെ സാറുമാർ വരെ പഠിക്കാൻ വരുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അവർക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞാലാണ് അവിടെ പോയാൽ അവർ പഠിച്ച ജോലി കിട്ടുന്നതിന് മുമ്പ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സർക്കാർ വകുപ്പുകളിൽ ഇപ്പോഴും ടൈപ്പിസ്റ്റ് തസ്തികയുണ്ട്. ജോലി സാധ്യത നിലനിൽക്കുന്നതിനാൽ പഠിക്കാൻ ആളെത്തുന്നുമുണ്ട്. കമ്പ്യൂട്ടർ കാലത്തും ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചാൽ ഗുണമുണ്ടെന്നാണ് ഏലിയാമ്മ ചേച്ചിയുടെ അഭിപ്രായം. സാധാരണ ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാത്തവർ 2 വിരൽ കൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അതേസമയം ഞങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ഈ ഇടത്തെ തമ്പ് മാത്രമേ ഉപയോഗിക്കാതെ ഉള്ളൂ. ബാക്കി 9 വിരലും ഉപയോഗിച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലുണ്ട് തത്സമയം. കമൽ, ഗുഡ് മോർണിംഗ്. ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പുറത്തുകൂടി പോകുമ്പോൾ ഇതിൻ്റെ ഒരു ശബ്ദമുണ്ട്. അതൊരു നൊസ്റ്റാൾജിയ നിറഞ്ഞ ഓർമ്മയായിരിക്കും പലർക്കും. ഇന്ന് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുള്ള ആ കാലം ഓർത്ത ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രണയം മുട്ടിട്ടിട്ടുള്ള പലരും ഈ സംഭവങ്ങളൊക്കെ ഓർമ്മയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവണം. കമൽ, ഗുഡ് മോർണിംഗ് മോത്തി. ശരിയാണത്. പണ്ട് ഈ SSLC കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ടൈപ്പിന് പോവുക എന്നത് ഒരു നാട്ടു നടപ്പായിരുന്നു. വെറുതെ ഇരിക്കുന്ന സമയം, SSLC കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന സമയം, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞോ ഡിഗ്രി കഴിഞ്ഞൊക്കെ റിസൾട്ട് കാത്തിരിക്കുന്ന സമയമൊക്കെ ആളുകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് അന്ന് കൂടുതൽ പോയിരുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും അന്നൊക്കെ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് കമ്പ്യൂട്ടർ കാലമായി ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലാതായി. പക്ഷേ ഏലിയാമ്മ ചേട്ടത്തി ഇപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ്. 1964 SSLC കഴിഞ്ഞ് കോഴിക്കോട് പോയി ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ച് വന്നതാണ്. ഇപ്പൊ സുൽത്താൻ ബത്തേരിയിൽ ഈ വയനാട്ടിലെ തന്നെ ആദ്യത്തെ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അന്നൊക്കെ 100-ലധികം 130 ആളുകൾ വരെ അവിടെ പഠിച്ചിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. ഇപ്പോൾ വളരെ കുറച്ചു പേരേയുള്ളൂ. കാരണം ഈ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് ശ്രമിക്കുന്നവർ, അതുപോലെ സർക്കാർ ജോലിയിൽ ഇരിക്കെ ഈ ടൈപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം പ്രൊമോഷൻ കിട്ടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ചേച്ചി ഇത് നിർത്തുന്നില്ല. 78 വയസ്സായി. ഇടയ്ക്ക് അർബുദത്തിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഏലിയാമ്മ ചേച്ചി ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നവർ പറയുന്നത്, കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണമല്ലോ, അത് പ്രൊഫഷണലായി പഠിച്ചാൽ അത്രയും നല്ലതെന്നാണ്. എന്തായാലും 54 വർഷമൊക്കെയായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ നടത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഒരു വനിത, അവർ അന്ന് തുടങ്ങിയ സംരംഭം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഇന്ന് അധ്യാപക ദിനം കൂടിയാണ്. ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കലാണെങ്കിലും അധ്യാപനം തന്നെയാണ്. ആ അധ്യാപക ദിനത്തിൽ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. തീർച്ചയായിട്ടും കമലിന് ഇന്ന് അധ്യാപക ദിനത്തിൽ ഓർമ്മയിലേക്ക് വരുന്ന ഒരുപാട് അധ്യാപകരും അനുഭവങ്ങളും ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ആശംസകളൊക്കെ നേർന്നോ? എല്ലാവർക്കും ആശംസകളൊക്കെ നേർന്നു മോത്തി. നമുക്ക് ഒരുപാട് ആളുകളെ ഓർക്കുന്ന ഒരു ദിവസമാണ്. നമ്മളെ ചെറിയ ക്ലാസ് തൊട്ട് പഠിപ്പിച്ചവർ, പല ഘട്ടത്തിലും നമുക്ക് വഴികാട്ടിയായ ആളുകളെയൊക്കെ ഓർക്കുന്ന ദിവസമാണ്. ആ ദിവസം തന്നെ ഇത്തരത്തിൽ മഹത്തായ ഒരു ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും കാലം, ഈ 54 വർഷം എന്നൊക്കെ പറയുന്നത് ഒരേ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സബരിയാണ്. അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം.